ജയനമ്മ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറകൾ ജയനമ്മയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. ഫോറൻസിക് പരിശോധനയിലാണ് സ്ഥിരീകരണം. സെബാസ്റ്റ്യൻ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്ത സ്വർണ്ണാഭരണങ്ങളും ജയനമ്മയുടേതാണ് എന്ന് കണ്ടെത്തി. ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ തിരോധാന കേസിൽ നിർണായകവും ശക്തവുമായ തെളിവ് നേടിയിരിക്കുകയാണ് അന്വേഷണ സംഘം. പ്രതി സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജയനമ്മയുടേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം വന്നത്. ഇത് സെബാസ്റ്റ്യനെതിരെയുള്ള ശക്തമായ ശാസ്ത്രീയ തെളിവാകും. സെബാസ്റ്റ്യൻ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്ത സ്വർണ്ണാഭരണങ്ങളും ജയനമ്മയുടേതാണെന്ന് കണ്ടെത്തി. നേരത്തെ ജയനമ്മയുടെ മൊബൈൽ ഫോൺ ഈരാറ്റുപേട്ടയിലെ കടയിൽ ചാർജ് ചെയ്തത് സെബാസ്റ്റ്യനാണെന്നും തെളിഞ്ഞിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം കൂടെ ലഭ്യമാകാനുണ്ട്. ഇവ കൂടി ലഭിച്ചാൽ സെബാസ്റ്റ്യന് കുരുക്കുമുറുകും. പ്രതി സെബാസ്റ്റ്യനെ ഈ മാസം 26 വരെ റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. 2024 ഡിസംബർ 23 ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയെ കാണാതായത്. മറ്റു സ്ത്രീകളുടെ തിരോധാന കേസുകളിലും സെബാസ്റ്റ്യനെ സംശയിക്കുന്നുണ്ട്. ജനം, കോട്ടയം.